ചടങ്ങിന്റെ ഔദ്യോഗികമായ കാര്യങ്ങളിൽ കടക്കുന്നതിനുണ്ട് സർക്കാർ നിർദ്ദേശമനുസരിച്ച് ഒരു ശുചിത്വ പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞ എല്ലാവർക്കും മുന്നേറ്റില്ല. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന് അതിനുവേണ്ടി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഇന്ന് നമ്മൾ മാലിന്യമുക്ത കേരള, അതായത് സ്വച്ഛത സർവേഷന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. നമസ്കാരം. ഇത്രയും പ്രിയങ്കരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഏറെ പ്രധാനമുള്ള ഒരു ദിവസമാണ് ഇന്ത്യയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഹരിപ്പാടിനെ സംബന്ധിച്ചും ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നീണ്ട കാലം നമ്മൾ ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് വർദ്ധിച്ചിരുന്ന കാലത്ത് നിന്ന് ഇന്ത്യയെ സ്വതന്ത്രമാക്കി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ശ്രീ മഹാത്മജിയുടെ ജയന്തി കൂടിയാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ജയന്തി ദിനത്തിൽ നമ്മൾ നമ്മുടെ പരിസരങ്ങളെല്ലാം ശുചിയാക്കിക്കൊണ്ട് സമൂഹത്തിന് മാതൃകയാക്കിയാണ് എല്ലാ വർഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ഹരിപ്പാടിന്റെ ഈ റെയിൽവേ സ്റ്റേഷനും പരിസരവും, റെയിൽവേ സ്റ്റേഷനിലുള്ള റോഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തി വൃത്തിയാക്കിക്കൊണ്ട് മാലിന്യ സംസ്കരണ രംഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ നമ്മള് എല്ലാ കാലത്തും എല്ലാ നഗരത്തിനും ഇപ്പോൾ ഒരു വലിയ ബാലികേറ മലയായി മാറിയിരിക്കുന്ന മാലിന്യമാണ് സാനിറ്ററി വേസ്റ്റിന്റെ മാലിന്യം. സാനിറ്ററി നാപ്കിനുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ സ്നഗ്ഗി പോലെയുള്ള മാലിന്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇ വേസ്റ്റ്, മെഡിക്കൽ വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന് ഹരിപ്പാട് നഗരസഭയിൽ ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കും. ആക്രി ആപ്പ് എന്ന് പറഞ്ഞ ഒരു സംഘടന വഴി ഓരോ വീട്ടിലും ചെന്ന് ഈ ഡയപ്പർ മാലിന്യങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം അത് നിർമ്മാർജ്ജനം ചെയ്യുക എന്ന പ്രക്രിയയാണ് ഈ ഒരു സംഘടനയുമായി ചേർന്നുകൊണ്ട്, ഈ ആപ്പുമായി ചേർന്നുകൊണ്ട് ഹരിപ്പാട് നഗരസഭ തുടക്കം കുറിക്കുന്നത്. അതിന്റെ നഗരസഭാ തല ഉദ്ഘാടനം കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മള് ചടങ്ങുകളിലേക്ക് ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങ്, ഈ ഒരു പ്രക്രിയ വളരെ മനോഹരമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ രണ്ട് പദ്ധതികളും, നമ്മുടെ ശുചിത്വം റെയിൽവേ സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കുന്ന പദ്ധതിയും അതോടൊപ്പം തന്നെ ഈ സാനിറ്ററി വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മള് കളക്ട് ചെയ്യുന്നതിന്റെ പദ്ധതി കൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ബഹുമാന്യനായ ഹരിപ്പാടിന്റെ MLA ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യാമെന്ന് നമ്മളോട് ഏറ്റിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അടിയന്തരമായി ഉപേക്ഷിക്കാൻ പറ്റാത്ത ചില പ്രോഗ്രാമുകൾ വന്നതിനാൽ അദ്ദേഹം ഇന്ന് വരുവാൻ കഴിയില്ല എന്ന് അറിയിക്കുകയും അദ്ദേഹത്തിന്റെ സന്ദേശം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് ജനങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നഗരസഭാ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാവർക്കും നല്ല ഒരു ദിവസം കൂടി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ചെയ്യുന്നു. നമസ്കാരം. ആദ്യമായി നമ്മുടെ പ്രിയ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ ജന്മദിനത്തിൽ ശുദ്ധീകരണ പ്രവർത്തനവുമായി ഒരു നല്ല തുടക്കം കുറിച്ച ഹരിപ്പാട് മുനിസിപ്പാലിറ്റിക്ക് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ
ശുചിത്വ ഹരിപ്പാട് എന്ന കൺസെപ്റ്റോടു കൂടി ഒരു നല്ല കാര്യം തുടങ്ങുന്നതിന്റെ ഭാഗമായി ആക്രി ആപ്പിന് ഞങ്ങളുടെ ഈ പ്രവർത്തനം കൂടി അതിന്റെ ഒരു ഭാഗമാകാനുള്ള ഒരു അവസരം കൂടി തന്നതിനുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. ആക്രി ആപ്പ് എന്നുള്ള ഞങ്ങളുടെ ഈ ഏജൻസി 2019 മുതൽ സ്ക്രാപ്പും പിന്നെ ബയോമെഡിക്കൽ മാലിന്യങ്ങളുടെ ശേഖരണവും സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് നേരിട്ട് ബയോമെഡിക്കൽ മാലിന്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള കോഡഡ് ആയിട്ടുള്ള ബയോമെഡിക്കൽ മാലിന്യങ്ങളിൽ പെടുന്നത് ഉപയോഗിച്ചിട്ടുള്ള സാനിറ്ററി പാഡുകളും ഡയപ്പറുകളും, അത് ഡയപ്പർ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളുടെ ഡയപ്പറുകളും കിടപ്പ് രോഗികളുടെ ഡയപ്പറുകളും, അതുകൂടാതെ കാലഹരണപ്പെട്ടിട്ടുള്ള മരുന്നുകളും അതിന്റെ സ്ട്രിപ്പുകളും, കൂടാതെ ഗ്ലൗസുകൾ, മാസ്കുകൾ, സിറിഞ്ചുകൾ, മറ്റു യൂറിൻ ബാഗുകൾ മുതലായിട്ടുള്ള മാലിന്യങ്ങളാണ് നമ്മൾ ഈ മഞ്ഞ നിറത്തിലുള്ള കോഡിലുള്ള ഡൊമസ്റ്റിക് ഹസാർഡസ് ബയോ മാലിന്യങ്ങൾ, സാനിറ്ററി മാലിന്യങ്ങൾ എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തുന്നത്. ആക്രി ആപ്പ് വളരെ സുഗമമായ രീതിയിലാണ് ഇത് കളക്ട് ചെയ്യുന്നത്. ഇത് ഒരു നമ്മൾ ഗൂഗിൾ പേ പോലെയുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അത് ആർക്കും നമുക്ക് പ്ലേ സ്റ്റോറിലായാലും ഐ സ്റ്റോറിലായാലും നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വീടിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഹരിപ്പാട് മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള എഗ്രിമെന്റ് പാസ്സായതിനു ശേഷം ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ ആപ്പിൽ ഹരിപ്പാട് എന്നുള്ള മുനിസിപ്പാലിറ്റി അതിൽ വ്യക്തമായി വരുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇത് ഓർഡർ ചെയ്യാവുന്നതും, സ്വിഗ്ഗി, സൊമാറ്റോ പോലെ അവർ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ ഞങ്ങളുടെ 2 വീലറിലുള്ള ഞങ്ങളുടെ സ്റ്റാഫുകൾ വീടുകളിൽ വന്ന് നിശ്ചിത ദിവസങ്ങളിൽ ഇത് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്ര സുഖമായ രീതിയിലുള്ള ഒരു കളക്ഷനാണ് നടത്തുന്നത്. അത് വളരെ ഹൈജീനിക്കായിട്ടും ആരോഗ്യപരമായിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇത് കൂടാതെ ആർക്കും വരാവുന്ന ഒരു ചോദ്യം ഇതെങ്ങനെ സംസ്കരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മളുടെ KEIL എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമുണ്ട്. അത് ഇങ്ങനെയുള്ള മാലിന്യങ്ങളെ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങൾ ഇവിടുന്ന് 2 വീലറിൽ കളക്ട് ചെയ്യുന്ന ഈ വസ്തുക്കൾ ഞങ്ങളുടെ വാഹനങ്ങളിൽ KEIL എത്തിക്കുകയും വളരെ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ 45 രൂപയും GSTയുമാണ് ഓരോ കിലോയിലും നമ്മൾ ഇതിന് ഈടാക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഒരു ബ്രീഫായിട്ടുള്ള ഇതിന്റെ സംസ്കരണ രീതി. മറ്റു കാര്യങ്ങൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സമയത്തും അതിനെ നിവൃത്തി വരുത്തുന്നതായിരിക്കും. നന്ദി.